إن الحمد لله نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن أحسن الحديث كتاب الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരന്മാരെ, സഹോദരികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും കാത്തു സൂക്ഷിച്ചുകൊണ്ട് യഥാർത്ഥ മുസ്ലിമീങ്ങളായി, മുഅ്മിനുകളായി ജീവിച്ചു മരിച്ചു പോകുവാൻ കഠിനമായി പരിശ്രമിക്കണം എന്ന് സ്വന്തം നഫ്സിനെയും തുടർന്ന് നിങ്ങൾ ഓരോരുത്തരെയും ഏറെ ഗൗരവത്തോടുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ആലോചനക്കും ചിന്തക്കും ഏറെ പ്രാധാന്യം നൽകുന്ന മതമാണ് ഇസ്ലാം. മരണാനന്തര ജീവിതത്തിൽ മനുഷ്യൻ്റെ ഖേദം പോലും ഞാൻ ചിന്തിച്ചില്ല എന്നതാണ് എന്ന് ഖുർആനിൽ കാണാൻ സാധിക്കും. ലൗ കുന്നാ നസ്മഉ ഔ നാഖിലു മാ കുന്നാ ഫി അസ്ഹാബിസ് സഈർ. ഞങ്ങൾ കേൾക്കുകയും ചിന്തിക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾ നരകത്തിൽ അകപ്പെടുമായിരുന്നില്ല. അപ്പോൾ ചിന്തിക്കുന്നവന് സ്വർഗമുണ്ട്, ചിന്തിക്കാത്തവന് നരകം. അതുകൊണ്ട് ആലോചിക്കുക, ചിന്തിക്കുക എന്നത് മനുഷ്യൻ്റെ വിജയവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അതുമാത്രമാണ് വിജയത്തിൻ്റെ അടിസ്ഥാനവും വിജയത്തിൻ്റെ നിധാനവും. അതുകൊണ്ടാണ് വിശുദ്ധ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിൽ എണ്ണമറ്റ സ്ഥലങ്ങളിൽ അള്ളാഹു മനുഷ്യരോട് ചോദിക്കുന്ന ചോദ്യം അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഫലാ തദക്കറുൻ, നിങ്ങൾ ആലോചിക്കുന്നില്ലേ, ഓർക്കുന്നില്ലേ? അഫലാ തതഫക്കറുൻ, നിങ്ങൾ ഉറ്റാലോചിക്കുന്നില്ലേ? അവലാ യഅലമുൻ, മനുഷ്യൻ അറിയുന്നില്ലേ? അപ്പോൾ അറിയുക, പഠിക്കുക, ആലോചിക്കുക, ചിന്തിക്കുക എന്നത് അത് വളരെ പ്രധാനപ്പെട്ട അവൻ്റെ ജീവിത വിജയവുമായി ബന്ധപ്പെട്ടതാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓർമ്മപ്പെടുത്തുന്ന കാര്യം. അതുകൊണ്ട് നാം ആലോചിക്കുകയും ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആളുകളായി മാറേണ്ടതുണ്ട്. ഏതെല്ലാം കാര്യങ്ങളാണ് നാം ചിന്തിക്കേണ്ടത്? ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം ഓർമ്മയിൽപ്പെടുത്തട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഒന്നാമതായി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഈ പ്രപഞ്ചത്തെ സംബന്ധിച്ചും അതിൻ്റെ സ്രഷ്ടാവിനെ സംബന്ധിച്ചുമാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്ന നിങ്ങൾ ജീവിക്കുന്ന ഭൂമിയെക്കുറിച്ചും നിങ്ങളുടെ മേലെ കാണുന്ന ആകാശങ്ങളെ സംബന്ധിച്ചും നക്ഷത്രങ്ങളെ സംബന്ധിച്ചും നിങ്ങളുടെ ചുറ്റിലും ജീവിച്ചു കൊണ്ടിരിക്കുന്ന കോടാനുകോടി ജീവജാലങ്ങളെക്കുറിച്ചും എന്താണ് നിങ്ങൾ ചിന്തിക്കാത്തത്? അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഖുൽ സീറൂ ഫിൽ അർദ്, ഭൂമിയിലൂടെ സഞ്ചരിക്കൂ, ഫൻളുറൂ കൈഫ ബദഅൽ ഖൽഖ്, അല്ലാഹു എങ്ങനെയാണ് ഈ സൃഷ്ടി ആരംഭിച്ചത്, എപ്രകാരമാണ് അല്ലാഹു സൃഷ്ടിക്കുന്നത് എന്ന് പരിശോധിക്കൂ, പഠിച്ചു മനസ്സിലാക്കൂ. സുമ്മല്ലാഹു യുൻശിഉൻ നശ്അതൽ ആഖിറ, മറ്റൊരു പുനഃസൃഷ്ടി വേറെയുമുണ്ട് എന്നുകൂടി നിങ്ങൾ ആലോചിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ സൃഷ്ടിപ്പിനെ സംബന്ധിച്ചും സൃഷ്ടികളെക്കുറിച്ചും ചിന്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നു. എന്തിനാണത്? സൃഷ്ടാവിനെ മനസ്സിലാക്കാൻ. അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത് وإلى السماء كيف رفعت وإلى الجبال كيف نصبت
വഇലൽ അർളി കൈഫ സുതിഹത്. നിങ്ങൾ ഒട്ടകത്തെ ശ്രദ്ധിക്കുന്നില്ലേ? നിങ്ങളുടെ കൂടെ ജീവിക്കുന്ന ഒരു ജീവിയാണ്, അതെപ്രകാരമാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്ന്. മരുഭൂമിയിൽ ജീവിക്കുവാൻ ആവശ്യമായ സകല സൗകര്യങ്ങളോടുകൂടിയാണ് അവ സൃഷ്ടിക്കപ്പെട്ടത് എന്ന് ശ്രദ്ധിച്ചില്ലേ നിങ്ങൾ? അത് യാദൃശ്ചികമാണോ? മരുഭൂമിയിൽ അവിടെ ജീവിക്കാൻ ഉതകുന്ന രൂപത്തിൽ ഒട്ടകം സൃഷ്ടിക്കപ്പെട്ടത് യാദൃശ്ചികമല്ല, മറിച്ച് അതിനെക്കുറിച്ച് അറിയാവുന്നൊരു സ്രഷ്ടാവിൻ്റെ നിർമ്മിതിയാണത്. ഉപരിലോകത്തെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചില്ലേ? അതെപ്രകാരമാണ് ഉയർത്തപ്പെട്ടത് എന്ന്. പർവ്വതങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നില്ലേ? അതെങ്ങനെയാണ് നാട്ടപ്പെട്ടത് എന്ന്. ഭൂമിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അതെങ്ങനെയാണ് നിങ്ങൾക്ക് താമസിക്കാൻ ഉതകുന്ന രൂപത്തിൽ വിധാനിക്കപ്പെട്ടത് എന്ന്. ആലോചിക്കാൻ പറയുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. അഫലം യൻദുറു ഇല സ്സമാഇ ഫൗഖഹും കൈഫ ബനൈനാഹാ വസയ്യന്നാഹാ വമാ ലഹാ മിൻ ഫുറൂജ്. നിങ്ങളുടെ മേലെ കാണുന്ന ആകാശത്തിലേക്ക് നിങ്ങൾ എന്താണ് നോക്കാത്തത്? എങ്ങനെയാണ് നാം അതിനെ സൃഷ്ടിച്ചതെന്നും നക്ഷത്രങ്ങളെ കൊണ്ട് ആകാശലോകത്തെ നാം അലങ്കരിച്ചത് എങ്ങനെയാണ് എന്നും നിങ്ങൾക്ക് പരിശോധിക്കരുതോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുകയാണ്. അതുകൊണ്ട് പ്രപഞ്ചത്തെ സംബന്ധിച്ച് ചിന്തിക്കുവാനും ആലോചിക്കുവാനും എങ്ങനെ എപ്രകാരമാണ് കൈഫ പരിശുദ്ധ ഖുർആനിൽ 83-ലധികം സ്ഥലങ്ങളിൽ അത് ഉപയോഗിച്ചിട്ടുണ്ട്. ആലോചിക്കൂ, എങ്ങനെയാണ് ഇതെല്ലാം? എങ്ങനെയാണ് അള്ളാഹു സൃഷ്ടിക്കുന്നത്? എങ്ങനെയാണ് അള്ളാഹു സംവിധാനിക്കുന്നത്? ഇതിനെക്കുറിച്ച് ചിന്തിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അങ്ങനെ ചിന്തിക്കുമ്പോൾ സൃഷ്ടാവായ ഏകനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. ഇതാണ് ഏറ്റവും പ്രഥമവും ഒന്നാമത്തതുമായ ചിന്താവിഷയം. രണ്ടാമത്, ആ സൃഷ്ടിച്ച നാഥൻ ഏകനാണ് എന്നും അവന് പങ്കുകാരില്ല എന്നതും നിങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് പഠിച്ചു മനസ്സിലാക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. സൂറത്തുർ റൂമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ضرب لكم مثلا من أنفسكم هل لكم مما ملكت أيمانكم من شركاء فيما رزقناكم فأنتم فيه سواء تخافونهم كخيفتكم أنفسكم كذلك نفصل الآيات لقوم يعقلون. മനുഷ്യരെ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെ ഒരു ഉപമ ഞാൻ വിശദീകരിച്ചു തരാം. നിങ്ങളുടെ കൂട്ടത്തിൽ യജമാനന്മാരായ ആളുകളുമുണ്ട്, അടിമകളുമുണ്ട്. യജമാനന്മാരും അടിമകളും ഒരുപോലെയാകുമോ? യജമാനന്മാർ അവരുടെ എല്ലാ സൗകര്യങ്ങളും അവകാശങ്ങളും അടിമകൾക്ക് വിട്ടുകൊടുക്കുമോ? നിങ്ങളങ്ങനെ ചെയ്യില്ലെങ്കിൽ പിന്നെ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവായ അള്ളാഹു അവൻ്റെ കഴിവുകൾ അവൻ്റെ സൃഷ്ടികൾക്ക് നൽകുകയോ? അവൻ കാണുന്നത് പോലെ കാണാൻ, അവൻ കേൾക്കുന്നത് പോലെ കേൾക്കാൻ, അവൻ നൽകുന്നത് പോലെ നൽകാൻ, അവൻ പ്രാർത്ഥന കേൾക്കുന്നത് പോലെ കേൾക്കാനെല്ലാം സൃഷ്ടികൾക്ക് കഴിവ് നൽകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നത് എന്തുമാത്രം വലിയ വിഡ്ഢിത്തമാണ്. കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമി യഅഖിലൂൻ. ചിന്തിക്കുന്ന ആളുകൾക്ക്, ആലോചിക്കുന്ന ആളുകൾക്ക് നാം വചനങ്ങൾ വിശദീകരിച്ചു തരുന്നു. മൽ മസീഹ് ഇബ്നു മറിയം ഇല്ലാ റസൂൽ ഖദ് ഖലത് മിൻ ഖബ്ലിഹി الرسل وأمه صديقة كانا يأكلان الطعام انظر كيف نبين لهم الآيات ثم انظر أنى يؤفكون. മറിയമിൻ്റെ മകൻ ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ദൈവമാണെന്ന് കരുതിയ, അദ്ദേഹത്തിൻ്റെ ഉമ്മയും ആരാധിക്കപ്പെടേണ്ടുന്ന ദൈവമാണെന്ന് വിശ്വസിച്ചവരോട് അള്ളാഹു പറയാണ്, ഈസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരു പ്രവാചകൻ മാത്രമാണ്. വ ഉമ്മുഹു സിദ്ദീഖ, അദ്ദേഹത്തിൻ്റെ ഉമ്മ നല്ലൊരു സ്ത്രീയാണ്. കാനാ യഅകുലാനി ത്വആം, അവർ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്നവരാണ്. എന്ന് പറഞ്ഞാൽ സൃഷ്ടികളാണ്, സൃഷ്ടാവല്ല. സൃഷ്ടാവിന് ഭക്ഷണം ആവശ്യമില്ല. അവർ ഭക്ഷണം കഴിച്ചിവിടെ നിങ്ങളുടെ കൂടെ ജീവിച്ചവരാണ്. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ അവരെ ആരാധിക്കുന്നത്? ഉൻളുർ കൈഫ നുബയ്യിനു ലഹുമുൽ ആയാത്ത്. അള്ളാഹു എപ്രകാരമാണ് വചനങ്ങൾ വിശദീകരിക്കുന്നത് എന്ന് പരിശോധിക്കൂ നിങ്ങൾ. പക്ഷേ എന്നിട്ടും നിങ്ങൾ തെറ്റിപ്പോകുന്നത് എന്താണ്? അലം തറ കൈഫ ദറബല്ലാഹു മസലൻ കലിമതൻ ത്വയ്യിബ കശജറത്തിൻ ത്വയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. നിങ്ങൾ കണ്ടില്ലേ അള്ളാഹു എപ്രകാരമാണ് കലിമത്തു തൗഹീദിനെ ഉപമിക്കുന്നത് എന്ന്? അതൊരു നല്ല വൃക്ഷം പോലെയാണ്. അതിൻ്റെ വേരുകൾ ഭൂമിയിലേക്ക് ആണ്ടിറങ്ങിയിരിക്കുന്നു, അതിൻ്റെ ശാഖകൾ ആകാശലോകത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കുകയും ചെയ്യുന്നു. കലിമത്തു തൗഹീദിൻ്റെ ഉപമയാണത്. ശരിയായ ആദർശം ദൃഢതയുള്ളതാണ്. ഒരു കാറ്റിലും ഒരു മഴയിലും അത് കടപുഴകി വീഴുകയില്ല. ഇസ്ലാമിൻ്റെ ആദർശം, അള്ളാഹുവിലുള്ള വിശ്വാസം, അചഞ്ചലമായ അവനിലുള്ള ഈമാൻ, അവനിലുള്ള ഭരമേൽപ്പിക്കൽ, ഒരു കൊടുങ്കാറ്റിനും തളർത്താൻ കഴിയാത്ത, ഒരു കൊടുങ്കാറ്റിനും തകർത്ത് കളയാൻ സാധിക്കാത്ത വിശ്വാസമാണത് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? എന്നാൽ വമസലു കലിമത്തിൻ ഖബീസത്തിൻ കശജറത്തിൻ ഖബീസത്തിൻ ജുതുസ്സത് മിൻ ഫൗഖിൽ അർദ് മാ ലഹാ മിൻ ഖറാർ. എന്നാൽ തൗഹീദിന് വിരുദ്ധമായ എല്ലാ ആദർശവും വേര് ഭൂമിയിൽ ഉറയ്ക്കാത്ത
ചെറിയ കാറ്റ് വരുമ്പോഴേക്ക് തന്നെ കടപുഴകി വീണു പോകുന്ന മോശമായ ഒരു വൃക്ഷത്തെ പോലെയാണ്. അതിന് നിലനിൽപ്പില്ല, അതിനെവിടെയും നിലനിൽപ്പില്ല. ചെറിയ പ്രതിസന്ധികളിൽ പോലും അത് തളർന്നു പോകും. തൗഹീദ് തളരുകയില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് തളരുകയില്ല. അതിൻ്റെ വക്താക്കളും തളർന്നു പോവാൻ പാടില്ല ഒരു കാരണവശാലും. ഇപ്രകാരമാണ് അള്ളാഹു തൗഹീദിനെ ഉപമിച്ചത്. നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. അലം തറ കൈഫ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ആലോചിക്കുന്നില്ലേ? ആ ഉപമ, അതിൻ്റെ മനോഹാരിത, അതിൻ്റെ ഗാംഭീര്യം ചിന്തിക്കാൻ വേണ്ടി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. മൂന്നാമത് പറയുന്നത് നിങ്ങൾ ഖുർആനിനെ കുറിച്ചൊന്ന് ചിന്തിക്കണം എന്നാണ്. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ വലൗ കാന മിൻ ഇൻദി ഗൈരില്ലാഹ് ലവജദൂ ഫീഹി ഇഖ്തിലാഫൻ കസീറാ. നിങ്ങൾ ഖുർആനിനെ കുറിച്ച് ചിന്തിക്കുന്നില്ലേ? ഇത് അല്ലാഹു അല്ലാത്ത ഒരാളായിരുന്നു അവതരിപ്പിച്ചിരുന്നതെങ്കിൽ നിങ്ങൾക്കതിൽ ധാരാളം വൈരുദ്ധ്യങ്ങൾ കാണാമായിരുന്നു. എന്നാൽ പരിശുദ്ധ ഖുർആനിൽ ഒരു നിലക്കുമുള്ള വൈരുദ്ധ്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? തൻസീലും മിൻ ഹക്കീമിൻ ഹമീദ്, സ്തുത്യർഹനും പ്രതാപിയുമായ അള്ളാഹു അവതരിപ്പിച്ചതാണ് എന്ന് മനസ്സിലാക്കാൻ നിങ്ങൾ ഖുർആനിനെ കുറിച്ച് മാത്രം പഠിച്ചാൽ മതി. അഫലാ യതദബ്ബറൂനൽ ഖുർആൻ അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. ഖുർആനിനെ കുറിച്ച് നിങ്ങൾ എന്താ ചിന്തിക്കാത്തത്? ഹൃദയങ്ങളെ നിങ്ങൾ താക്കോലിട്ട് പൂട്ടിയിരിക്കുകയാണോ? അള്ളാഹു പറയുകയാണ്, പൂട്ടരുത്, ഹൃദയത്തെ പൂട്ടിക്കളയരുത്, ചിന്തയെ തുറന്നുവിടണം, ഖുർആൻ ഓതണം, വായിക്കണം, പഠിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഖുർആൻ സത്യമാണ് എന്ന് ബോധ്യപ്പെടും. മനുഷ്യൻ ചിന്തിക്കേണ്ടുന്ന മറ്റൊരു കാര്യമാണ് പരിശുദ്ധ ഖുർആൻ. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുന്നില്ലേ? ഇതൊരു ചിന്താവിഷയമാണ്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബുദ്ധിയുള്ളവർ പഠിക്കേണ്ട വ്യക്തിത്വമാണ്, പഠിച്ചു മനസ്സിലാക്കേണ്ടുന്ന വ്യക്തിത്വമാണ്. ആ പ്രവാചകനെ ശരിക്കും പഠിച്ച ഒരാൾക്ക് ആ പ്രവാചകനെ നിഷേധിക്കാൻ സാധ്യമല്ല. അള്ളാഹു ചോദിക്കുന്നത്, അവലം യതഫക്കറു, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? മാ ബി സാഹിബിഹിം മിൻ ജിന്ന, നിങ്ങളുടെ കൂട്ടുകാരന് ജിന്നുബാധയൊന്നുമില്ല. ഇൻ ഹുവ ഇല്ലാ നദീറും മുബീൻ, വ്യക്തമായ താക്കീത് നൽകുന്നൊരു പ്രവാചകനാണത്. ഖുൽ ഇന്നമാ അഅദുകും ബിവാഹിദ അൻ തഖൂമു ലില്ലാഹി മസ്നാ വഫുറാദാ സുമ്മ തതഫക്കറു. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, നബിയെ ജനങ്ങളോട് പറയണം, നിങ്ങളോട് ഒരു കാര്യം മാത്രമേ എനിക്ക് പറയാനുള്ളൂ. എന്താണത്? അൻ തഖൂമു ലില്ലാഹി മസ്നാ വഫുറാദാ, ഒന്നോ രണ്ടോ ആളുകളായി ചേർന്നുകൊണ്ട് നിങ്ങൾ എന്ത് വേണം? സുമ്മ തതഫക്കറു, ചിന്തിക്കണം, നിങ്ങൾ ആലോചിക്ക്. ഒന്നുകിൽ ഒറ്റക്ക്, അല്ലെങ്കിൽ ഒരാളെ കൂടി കൂട്ടിക്കോ, എന്നിട്ട് പരസ്പരം ചർച്ച ചെയ്ത് ആലോചിക്ക്. മാ ബി സാഹിബിക്കും മിൻ ജിന്ന, നിങ്ങളുടെ കൂടെ ജീവിച്ച, നിങ്ങൾക്ക് പരിചയമുള്ള, നിങ്ങൾ അല്ലമീൻ എന്ന് വിശ്വസ്തൻ എന്ന് വിളിക്കുന്ന ഈ മഹാനായ പ്രവാചകന് യഥാർത്ഥ ഭ്രാന്തിൻ്റെ ഒരടയാളവുമില്ല. ഇൻ ഹുവ ഇല്ലാ നദീറുൻ ലക്കും ബൈന യദൈ അദാബിൻ ശദീദ്, കഠിനമായ ശിക്ഷയെക്കുറിച്ച് താക്കീത് നൽകുന്ന ഒരു പ്രവാചകനാണത്. അതുകൊണ്ട് അദ്ദേഹത്തെ വിമർശിച്ചും പരിഹസിച്ചും കളിയാക്കിയും കഠോരമായ ശിക്ഷ വന്ന് ഭവിച്ചിട്ട് ഖേദിച്ചിട്ട് കാര്യമില്ല. ഇപ്പോൾ തന്നെ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കുകയും ചിന്തിക്കുകയും ചെയ്തോളൂ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നത്. അതിനുശേഷമുള്ള ഒരു ചിന്താവിഷയം, ലോകത്ത് കടന്നു വന്ന ഇതേപോലെയുള്ള പ്രവാചകന്മാരെയും വേദഗ്രന്ഥങ്ങളെയും നിരാകരിച്ച ആളുകൾ അവർ ഈ ഭൂമിയിൽ അനുഭവിച്ച പീഡനങ്ങളും പ്രയാസങ്ങളും ശിക്ഷകളും എന്താണ് എന്നതും ഒന്നാലോചിക്കുന്നത് നല്ലതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അലം തറ കൈഫ ഫഅല റബ്ബുക ബിആദ് ഇറമ ദാതിൽ ഇമാദ് അല്ലതി ലം യുഖ്ലഖ് മിസ്ലുഹാ ഫിൽ ബിലാദ് വസമൂദ الذين جابوا الصخر بالواد وفرعون ذي الاوتاد الذين طغوا في البلاد. തുല്യതയില്ലാത്ത സാമ്രാജ്യങ്ങൾ പടുത്തുയർത്തിയ ആദ് സമൂദ് ഗോത്രങ്ങളെയും ഫിർഔനിൻ്റെ സാമ്രാജ്യങ്ങളെയും കുറിച്ച് പഠിക്കുക. എന്താണ് അവസാനം പറ്റിയത്? അവരിലേക്ക് നിയോഗിതരായ പ്രവാചകന്മാരെ ധിക്കരിക്കുകയും സത്യവിശ്വാസികളെ പീഡിപ്പിക്കുകയും ചെയ്തപ്പോൾ ഒന്നടങ്കം ആ സമുദായത്തെ അള്ളാഹു നശിപ്പിക്കുകയാണ് ചെയ്തത്. വമക്കറു മക്രൻ വമക്കർനാ മക്രൻ വഹും ലാ യശൂറൂൻ. അവർ പല തന്ത്രങ്ങളും മെനഞ്ഞു. അള്ളാഹു പറയുന്നു, ഞാനും ചില തന്ത്രങ്ങൾ മെനഞ്ഞു. വഹും ലാ യശൂറൂൻ, പക്ഷേ എൻ്റെ തന്ത്രം അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയില്ല. ഫൻളുർ കൈഫ കാന ആഖിബതു മക്രിഹിം അന്നാ ദമ്മർനാഹും വഖൗമഹും അജ്മഈൻ. അവരുടെ കുതന്ത്രങ്ങളുടെ പര്യവസാനം എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കിയില്ലേ? മുച്ചൂടും ആ സമുദായത്തെ നാം നശിപ്പിച്ചു കളഞ്ഞു. ഫതിൽക ബുയൂതുഹും ഖാവിയതൻ ബിമാ ളലമു. അവർ അതിക്രമം കാണിച്ചത് കാരണത്താൽ അവരുടെ വീടുകളതാ നേരെ കീഴ്മേൽ മറിഞ്ഞ് കടപുഴകി വീണിരിക്കുന്നു. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമിൻ യഅലമൂൻ. വിവരമുള്ള അറിവുള്ള ആളുകൾക്കൊക്കെ അതിൽ ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്.
അലം തറ കൈഫ ഫഅല റബ്ബുക ബിഅസ്ഹാബിൽ ഫീൽ, ആനക്കാരെ കൊണ്ട് അള്ളാഹു എന്താണ് ചെയ്തതെന്നും നിങ്ങൾ നോക്കിയിട്ടില്ലേ? ചരിത്രത്തിലേക്ക് നോക്കൂ. ഖുൽ സീറൂ ഫിൽ അർളി ഫൻളുറൂ കൈഫ കാന ആഖിബത്തുൽ മുജ്രിമീൻ. ഭൂമിയിലൂടെ സഞ്ചരിച്ചിട്ട് അതിക്രമം കാണിച്ച താന്തോന്നികളായി ജീവിച്ച ആളുകളുടെ പര്യവസാനം എങ്ങനെയായിരുന്നു എന്ന് പഠിച്ച് മനസ്സിലാക്കിക്കോ. ചരിത്രത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊള്ളൂ എന്നാണ് അതിക്രമകാരികളോട്, ളുൽമിൻ്റെ ആളുകളോട്, സത്യവിശ്വാസത്തിൻ്റെ ശത്രുക്കളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നത്. അതും ഒരു ചിന്താ വിഷയമാണ്. അതോടൊപ്പം പരലോകമെന്ന ഒരു ലോകമുണ്ട്, അതിൻ്റെ അനിവാര്യതയെക്കുറിച്ച് ചിന്തിക്കണം എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അം ഹസിബല്ലദീന ഇജ്തറഹു സയ്യിആതി അൻ നജഅലുഹും കല്ലദീന ആമനു വഅമിലു സ്സാലിഹാത്ത് സവാഅൻ മഹ്യാഹും വമമാതുഹും സഅ മാ യഹ്കുമൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ഭൂമിയിൽ കലാപമുണ്ടാക്കുകയും അധർമ്മങ്ങൾ വാരിക്കൂട്ടുകയും ചെയ്തുകൊണ്ട് തിന്മയിൽ മുച്ചൂടും ആണ്ടുപോയവനെ ശരിയായ വിശ്വാസം സ്വീകരിക്കുകയും സമാധാനത്തോടുകൂടി ജീവിക്കുകയും ചെയ്യുന്ന മുസ്ലിമീങ്ങളെപ്പോലെ ആക്കുകയോ? സവാഉം മഹ്യാഹും വമമാതുഹും, അവരുടെ ജീവിതവും മരണവും ഒരുപോലെയാകുമെന്നാണോ? സഅ മാ യഹ്കുമൂൻ, നിങ്ങൾ വിധിക്കുന്നത് എത്ര മോശമാണ്. നല്ലവനും ചീത്തവനും ഒരുപോലെയാണോ? എങ്കിൽ പിന്നെ എന്തിനാണ് ജയിലുകൾ, എന്തിനാണ് കോടതികൾ, എന്തിനാണ് പോലീസ് സ്റ്റേഷനുകൾ? നന്മ ചെയ്യുന്നവന് അവാർഡ് നൽകപ്പെടണം, തിന്മ ചെയ്യുന്നവന് ശിക്ഷ ലഭിക്കണം. ഇതാണ് മനുഷ്യൻ്റെ തേട്ടമെങ്കിൽ തീർച്ചയായും മരണാനന്തര ജീവിതമുണ്ട്, അത് അനിവാര്യമാണ്. അം നജഅലുൽ ലദീന ആമനു വഅമിലുസ് സ്സാലിഹാതി കൽ മുഫ്സിദീന ഫിൽ അർദ് അം നജഅലുൽ മുത്തഖീന കൽ ഫുജ്ജാർ. വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരെ ഭൂമിയിൽ കലാപമുണ്ടാക്കുന്ന കലാപകാരികളെപ്പോലെ നാം ആക്കുകയോ? ധർമ്മനിഷ്ഠയോടുകൂടി ജീവിക്കുന്നവൻ തമ്മാടിയെ പോലെ ആവുകയോ? ഖുർആൻ ഓതി വായിച്ച് പഠിച്ച് മനസ്സിലാക്കാൻ അതിനുശേഷമുള്ള വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആവശ്യപ്പെടുന്നു. അതുകൊണ്ട് പരലോകം അനിവാര്യമാണ്. മനുഷ്യനോട് അനീതിയും അക്രമവും കാണിക്കുന്ന, ളുൽമ കാണിക്കുന്ന, അഹങ്കരിക്കുന്ന ഏതൊരുവനും അവൻ്റെ അധർമ്മത്തിനും തിന്മക്കും തിക്തഫലം ലഭിക്കുന്ന, തക്കതായ ശിക്ഷ ലഭിക്കുന്ന ഒരു ലോകം അനിവാര്യമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നു. ആലോചിക്കാൻ പറയുന്നു മനുഷ്യരോട്, ചിന്തിക്കൂ അതിനെ സംബന്ധിച്ച്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ആ ലോകം അനിവാര്യമായിരുന്നു. ചില ആളുകൾ പറഞ്ഞു, പക്ഷേ അങ്ങനെയൊന്നില്ലല്ലോ. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അങ്ങനെ നിങ്ങൾ പറയരുത്. കാരണം മഹാനായ ഒരു പ്രവാചകന്റെ ചരിത്രം അല്ലാഹു പറയുന്നു, ഔ കല്ലദീ മർറ അലാ ഖറയ വഹിയ ഖാവിയത്തുൻ അലാ ഉറൂശിഹാ ഖാല അന്നാ യുഹ്യി ഹാദിഹില്ലാഹു ബഅദ മൗതിഹാ. തകർന്നടിഞ്ഞ ഒരു പട്ടണത്തിലൂടെ അദ്ദേഹം നടക്കുകയായിരുന്നു. ആ പട്ടണത്തിൻ്റെ അവസ്ഥ കണ്ട് അദ്ദേഹം ചോദിച്ചു, ഈ പട്ടണത്തിന് ഇനി ഒരു പുനരുദ്ധാനമില്ല. ഇവിടെയുള്ള ആളുകൾക്ക് ഇനി എങ്ങനെയാണ് അള്ളാഹു ഇങ്ങനെ ഒരു രാജ്യത്തിലുള്ള ജനങ്ങളെ വീണ്ടും കൊണ്ടുവരുന്നത്? فأماته الله 100 عام ثم بعثه قال كم لبثت قال لبثت يوما أو بعض يوم قال بل لبثت 100 عام فانظر إلى طعامك وشرابك لم يتسنه وانظر إلى حمارك ولنجعلك آية للناس وانظر إلى العظام كيف ننشزها ثم نكسوها لحما. അള്ളാഹു അദ്ദേഹത്തെ മരിപ്പിച്ചു 100 വർഷത്തേക്ക്. ശേഷം ജീവിപ്പിച്ചിട്ട് ചോദിച്ചു, എത്രയായി? പറഞ്ഞു, 1 ദിവസം ആയിട്ടേ ഉള്ളൂ. അള്ളാഹു പറഞ്ഞു, അല്ല, 100 വർഷമായി നീ മരണപ്പെട്ടിട്ട്. വീണ്ടും അള്ളാഹു ജീവിപ്പിച്ചു. എന്നിട്ട് തൻ്റെ കഴുതയിലേക്ക് നോക്കാൻ പറഞ്ഞു, അത് എല്ലായി നുരുമ്പിച്ച് മരിച്ചു കിടക്കുകയാണ്. അള്ളാഹു പറഞ്ഞു, നീ നോക്കൂ, കൈഫ നുൻഷിസുഹാ സുമ്മ നക്സുഹാ ലഹ്മ. ആ കഴുതയെ വീണ്ടും ഞാൻ ജീവനുള്ളതാക്കുന്നത് എങ്ങനെയാണെന്ന് നീ നോക്കിക്കാണൂ. ആ പ്രവാചകന് കാണിച്ചു കൊടുത്തു അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു, റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത. പടച്ചോനെ, മരിച്ചവരെ ജീവിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് കാണിച്ചു തരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമക്ക് കാണിച്ചു കൊടുത്തു. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആ ഒരു ലോകത്തെക്കുറിച്ച് സംശയിക്കേണ്ട. ഫൻളുർ ഇലാ ആസാരി റഹ്മത്തില്ലാ കൈഫ യുഹ്യിൽ അർള ബഅദ മൗതിഹാ. നിർജീവമായ ഭൂമിയെ മഴ കൊണ്ട് ജീവിപ്പിക്കുന്നത് കണ്ടില്ലേ മനുഷ്യ? ഇന്ന ദാലിക ലമുഹ്യിൽ മൗതാ. തീർച്ചയായും അങ്ങനെയുള്ള റബ്ബ് മരിച്ച നിങ്ങളെയും ജീവിപ്പിക്കും. ജീവജാലങ്ങളെയും സമസ്ത പ്രപഞ്ചത്തെയും അതിന് ജീവൻ നൽകി സൃഷ്ടിച്ച നാഥന് നിങ്ങളെ പുനഃസൃഷ്ടിക്കാനാണോ വല്ല പ്രയാസവും? അതുകൊണ്ട് ആലോചിക്കുക, ഇസ്ലാമിൻ്റെ ആദർശത്തെ, ഇസ്ലാമിൻ്റെ മരണാനന്തര ജീവിതത്തെക്കുറിച്ചൊക്കെ നല്ല ചിന്തയുണ്ടാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. أيها الإخوان والأخوات,
ഊസീകും വഇയ്യായ സാനിയം ബിതഖ്വല്ലാഹ്. സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. യാഥാർത്ഥ്യം നാം നേരത്തെ പറഞ്ഞതുപോലെയാണെങ്കിൽ പിന്നെ നമ്മളുടെ ചിന്തക്ക് വിഷയീഭവിപ്പിക്കേണ്ടുന്ന വിഷയം നമ്മുടെ ജീവിതം എങ്ങനെയാണ് എന്നതിനെ സംബന്ധിച്ചാണ്. ثم جعلناكم خلائف في الأرض من بعدهم لننظر كيف تعملون. അള്ളാഹു നിങ്ങളെ ഭൂമിയിൽ ഖലീഫമാരാക്കി, തലമുറകൾക്ക് ശേഷം തലമുറ, ആ തലമുറക്ക് ശേഷം തലമുറ, അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ വലിയ തലമുറകളായി നീണ്ടു നിൽക്കുന്ന മനുഷ്യ സമൂഹം. എന്തിനാണ് അള്ളാഹു നിങ്ങളവിടെ ജീവിപ്പിക്കുന്നത്? ലിനൻളുറ കൈഫ തഅമലൂൻ, നിങ്ങളെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന് നാം നോക്കിക്കാണാനാണ്. അള്ളാഹു ശ്രദ്ധിക്കുകയാണ് നമ്മളെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമ്മുടെ നിലപാടുകൾ ഏത് സാഹചര്യത്തിലും ഏത് സന്ദർഭത്തിലും നമ്മുടെ നിലപാടുകൾ എന്താണ്. വേദഗ്രന്ഥങ്ങളോടുള്ള നിലപാട്, പ്രവാചകന്മാരോടുള്ള നിലപാട്, ധാർമ്മിക ജീവിതത്തോടുള്ള നിലപാട്, മരണാനന്തര ജീവിതത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട് എല്ലാം അള്ളാഹു നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ലിനൻളുറ കൈഫ തഅമലൂൻ, നിങ്ങളെങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് പരീക്ഷിക്കുവാനും പരിശോധിക്കുവാനുമാണ് ഈ ജീവിതം. അതുകൊണ്ട് സഹോദരങ്ങളെ, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ് വൽതൻളുർ നഫ്സും മാ ഖദ്ദമത് ലിഗദ് വത്തഖുല്ലാഹ് ഇന്നല്ലാഹ ഖബീറും ബിമാ തഅമലൂൻ. സത്യവിശ്വാസികളെ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണം. നാളേക്ക് വേണ്ടി എന്താണ് കരുതിയത് എന്ന് നോക്കിക്കോളൂ. ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ല, ഒരാൾക്കും ശാശ്വതത്വം ലഭിക്കില്ല. ഏത് രാജ്യത്തെ പൗരനാണെങ്കിലും ശരി, ഏത് നാട്ടിൽ ജീവിക്കുന്ന ആളാണെങ്കിലും ശരി, പൗരത്വം ഉണ്ടെങ്കിലും ശരി ഇല്ലെങ്കിലും ശരി, മരണം എല്ലാവർക്കും ഉറപ്പാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാട് കടത്താൻ ഉദ്ദേശിച്ചവരോട് അള്ളാഹു ചോദിച്ചൊരു ചോദ്യമുണ്ട്, അഫ ഇമ്മിത്ത ഫഹുമുൽ ഖാലിദൂൻ, അവർ നിന്നെ കൊലപ്പെടുത്തിയാലോ നാട് കടത്തിയാലോ നബിയെ അവർ ഈ ഭൂമിയിൽ നിത്യവാസികളാണോ? ആർക്കാണ് ഈ ഭൂമിയിൽ നിത്യവാസമുള്ളത്? ആർക്കുമില്ല. മരണം എല്ലാവരെയും കണ്ടുമുട്ടുക തന്നെ ചെയ്യും. യഥാർത്ഥ ജീവിതം മരണാനന്തര ജീവിതമാണ്. അവിടെ വിജയിക്കണം. ഇവിടെ ആർക്കും ശാശ്വതത്വമില്ല. ജനിച്ച നാട്ടിൽ തന്നെ മരിക്കാൻ കഴിയുമെന്ന് അള്ളാഹു ഒരു ഉറപ്പ് നൽകിയിട്ടില്ല. സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ പ്രവാചകൻ പോലും ജനിച്ച നാട്ടിലല്ല മരണപ്പെട്ടത്. അതുകൊണ്ട് ഇവിടെ എന്താകുമെന്നതല്ല, ഖബറിൽ എന്താണ് അവസ്ഥ, മഹ്ശറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുകയും യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ലോകങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിൻ്റെ മുമ്പിൽ നാം നിർത്തപ്പെടുകയും ചെയ്യുന്ന ദിവസം അള്ളാഹു ചോദിക്കും, ഫയഖൂലു മാദാ അജബ്തുമുൽ മുർസലീൻ, അമ്പിയാക്കൾക്ക് എന്തുത്തരമാണ് നിങ്ങൾ കൊടുത്തത്? അവർ ഈമാനിലേക്കും ഇസ്ലാമിലേക്കും സൽക്രമത്തിലേക്കും ക്ഷണിച്ചപ്പോൾ അവർക്ക് ഉത്തരം കൊടുത്ത് നല്ലൊരു ജീവിതം നയിച്ചോ? ഇതാണ് ചോദ്യം. അതിനുത്തരം വേണം. ഖബറിൽ 6 അടി മണ്ണിൽ നമ്മെ മറമാടി നമ്മുടെ ബന്ധുമിത്രാദികൾ നടന്നു നീങ്ങുമ്പോൾ ഖബറിൽ വന്നുകൊണ്ട് മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം നീ ഏത് രാജ്യത്തെ പൗരനാണ് എന്നല്ല, നീ ഏത് നാട്ടുകാരനാണ്, നിന്റെ നിറമെന്താണ്, നിന്റെ ഭാഷ എന്താണ് എന്നല്ല, മറിച്ചു മൻ റബ്ബുക്, നിന്റെ റബ്ബാരായിരുന്നു, നീ ആരെയാണ് ഭൂമിയിൽ ആരാധിച്ചത്, വമാ ദീനുക്, നിന്റെ മതം ഏതാണ്, നിന്റെ രാഷ്ട്രം ഏതാണ് എന്നല്ല, നിന്റെ മതം ഏതാണ്, നിന്റെ റബ്ബാരാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നീ എന്താണ് മനസ്സിലാക്കി? ആ ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ മരണമില്ലാത്ത സ്വർഗലോകം, ആ ചോദ്യത്തിന് ഉത്തരമില്ലെങ്കിൽ മരണമില്ലാത്ത നരകലോകം. അതാണ് ആത്യന്തികമായ വിജയം. അതുകൊണ്ട് റബ്ബിനെ മനസ്സിലാക്കുക, പ്രവാചകനെ മനസ്സിലാക്കുക, ഇസ്ലാമിനെ മനസ്സിലാക്കുക, എന്നിട്ട് ധാർമ്മികമായൊരു ജീവിതം നയിക്കുക. ഏത് നാട്ടിൽ വെച്ച് മരിച്ചാലും അവർ ഭയപ്പെടേണ്ടതില്ല, സങ്കടപ്പെടേണ്ടതില്ല. എന്നാൽ ഇത് നഷ്ടപ്പെട്ടാൽ ഏത് നാട്ടിൽ വെച്ച് മരിച്ചാലും ഏത് രാജ്യത്തെ പൗരത്വം കിട്ടിയിട്ടും കാര്യമില്ല, അവർ ഭയപ്പെടേണ്ടി വരും, സങ്കടപ്പെടേണ്ടി വരും. സർവശക്തനായ അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. ربنا تقبل منا إنك أنت السميع العليم وتب علينا واغفر لنا وارحمنا إنك أنت التواب الرحيم. اللهم ارحم الشيخ زايد والشيخ مكتوم وإخوانهما شيوخ الإمارات الذين انتقلوا إليك. اللهم وفق ولي أمرنا الشيخ خليفة بن زايد ونائبه لما تحبه وترضى. اللهم سدد خطى حاكمنا الشيخ الدكتور سلطان بن محمد القاسمي يا ذا الجلال والإكرام. اللهم أدم الأمن والأمان على دولة الإمارات
وعلى سائر بلاد الإسلام والمسلمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. عباد الله أقيموا الصلاة.